വന്നുപോയ ഒരു കാർ ഒരു പെൺകുട്ടിയെ ഇടിക്കാൻ പോവുകയായിരുന്നു. നായ ഉടൻ തന്നെ അവളെ രക്ഷിക്കാൻ പാഞ്ഞു. പക്ഷേ അറിയാതെ പെൺകുട്ടി നായയെ ഭ്രാന്തനാണെന്ന് കുറ്റപ്പെടുത്തി. നായ നിലത്ത് കിടന്നു. എന്നിരുന്നാലും അപകടം അവസാനിച്ചില്ല. കാർ ഇപ്പോഴും നിയന്ത്രണം വിട്ട് നീങ്ങുകയായിരുന്നു. നായ പെട്ടെന്ന് ഒരു ഇഷ്ടിക എടുത്ത് കാർ നിർത്താൻ ശ്രമിച്ചു. എന്നാൽ കാർ ഉടമ തിരിച്ചെത്തിയപ്പോൾ നായ ചക്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നുണ്ടെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അയാൾ ദേഷ്യത്തോടെ നായയെ ശകാരിച്ചു. തുടർന്ന് വണ്ടി ഓടിച്ചു. നായ നിരാശയോടെ വീട്ടിലേക്ക് പോയി. അതിന്റെ ഉടമ ഒരു പ്ലേറ്റ് ഗ്രിൽഡ് സോസേജുകൾ തയ്യാറാക്കി. പക്ഷേ വിളമ്പിയ ഉടൻ ഗ്രിൽഡ് സോസേജുകൾ തട്ടിയെടുത്തു. പിന്നീട് വന്ന വറുത്ത കോഴി പോലും തട്ടിയെടുത്തു. നായയ്ക്ക് ദേഷ്യം വന്നു. ഇത്തവണ ഉടമ അബദ്ധത്തിൽ ഒരു ഡംപ്ലിംഗ് നിലത്തിട്ടു. അവൾ ഡംപ്ലിംഗ് എടുത്ത് നായയുടെ പാത്രത്തിലേക്ക് നടന്നു. ഉടമ അത് തനിക്ക് കൊടുക്കുകയാണെന്ന് കരുതി നായ വളരെ സന്തോഷിച്ചു. പക്ഷേ ഉടമ ഡംപ്ലിംഗ് കഴുകി സ്വയം കഴിച്ചു. നായ അതിന്റെ ഉടമയോട് വളരെ നിരാശനായിരുന്നു. ദിവസം മുഴുവൻ അസന്തുഷ്ടനായിരുന്നു. ഇക്കാരണത്താൽ ഉടമ അതിനെ ഒരു നീന്തൽക്കുളത്തിലേക്ക് കൊണ്ടുപോയി അതിന്റെ മാനസികാവസ്ഥ ലഘൂകരിക്കാൻ. പക്ഷേ നായ വെള്ളത്തിൽ ഭയന്ന് അതിൽ കയറാൻ വിസമ്മതിച്ചു. അതിനാൽ ഉടമ അതിൽ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടു. അതിന്റെ ഭയം മറികടക്കാൻ ശ്രമിച്ചു. തൽഫലമായി നായ ഒരു മണിക്കൂറോളം കുളത്തിനരികിൽ മടിച്ചു. ഉടമ അതിന് ഒരു കൈ കൊടുക്കേണ്ടി വന്നു. ആദ്യം നായ വളരെ പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ ക്രമേണ അത് ഈ വികാരവുമായി പൊരുത്തപ്പെട്ടു. ഉടമയും എപ്പോഴും കരയിൽ അതിനൊപ്പം നിന്നു. പിന്നീട് ഉടമ അതിനെ കൂടുതൽ തിരക്കേറിയ ഒരു നായ നീന്തൽക്കുളത്തിലേക്ക് കൊണ്ടുപോയി. മറ്റെല്ലാ നായ്ക്കളും നീന്തുന്നത് കണ്ട് അത് ആവേശത്തോടെ ചാടി. ഇത്തവണ ഭയം മറികടന്നതുപോലെ അത് ഒരു ലൈഫ് ജാക്കറ്റ് പോലും ധരിച്ചിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം നദീതീര കാഴ്ച കാണാൻ ഉടമ അതിനെ കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യവശാൽ അവർ മുങ്ങിമരിക്കുന്ന ഒരാളെ കണ്ടു. ആ വ്യക്തിയെ രക്ഷിക്കാൻ നായ ധൈര്യത്തോടെ വെള്ളത്തിലേക്ക് ചാടി. അതിന്റെ പ്രവൃത്തി പിരിയാൻ പോകുന്ന ഒരു കുടുംബത്തെ രക്ഷിച്ചു. നമുക്ക് അതിന് ഒരു തംസ് നൽകാം.